സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. അർമേനിയയിൽ 2 വൈദിക രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ടിരാന. യൂറോപ്പിന്റെ തെക്കുകിഴക്ക് മെഡിറ്ററേനിയൻ തീരത്തുള്ള രാജ്യമായ അർമേനിയയിൽ 2 രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. 1913 രക്തസാക്ഷിത്വം വരിച്ച ഫാദർ ലൂയിജി പാലിക്, 1927 രക്തസാക്ഷിത്വം വരിച്ച ഫാദർ ഡോൺ ഗസൂലി എന്നിവരെ ഇക്കഴിഞ്ഞ നവംബർ 16 ശനിയാഴ്ചയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത്. അർമേനിയയിലെ ഗോദർ അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങളിൽ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മാർച്ചെല്ലോ സെമേറാരോ പ്രഖ്യാപനം നടത്തി. 1877 ഫെബ്രുവരി 20 അർമേനിയയിലെ യെന്യേവോയിലാണ് ലൂയിജി പാലിക്കിന്റെ ജനനം. മൂത്ത സഹോദരൻ ആഞ്ചലോയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്ന അദ്ദേഹം 1901 ഇറ്റലിയിലെ ബോളോഞ്ഞയിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. പിന്നീട് അർമേനിയയിലേക്ക് മടങ്ങിയ അദ്ദേഹം പ്രധാനമായും ഇടവകകളിൽ അജപാലന ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. 1912-1913 കാലയളവിലെ പ്രഥമ ബാൾക്കൻ യുദ്ധവേളയിലായിരുന്നു ഫാദർ പാലിക്കിന് ജീവൻ ഹോമിക്കേണ്ടി വന്നത്. കത്തോലിക്ക വിശ്വാസം വെടിഞ്ഞ് ഇതര വിശ്വാസം ആശ്രയിക്കാൻ ജനങ്ങളുടെ മേൽ സമ്മർദ്ദം ഉണ്ടായപ്പോൾ സ്വന്തം വിശ്വാസത്തിൽ അചഞ്ചലരായി നിലകൊള്ളാൻ അദ്ദേഹം വിശ്വാസികളുടെ ആഹ്വാനം ചെയ്തു. ഇതേ തുടർന്ന് അദ്ദേഹം തടങ്കലിലാക്കുകയും കാരാഗ്രഹത്തിൽ വെച്ച് പീഡനങ്ങൾക്ക് ഇരയാകുകയും ചെയ്തു. കത്തോലിക്ക വിശ്വാസം ത്യജിക്കാൻ വിസമ്മതിക്കാത്തതിനാൽ അദ്ദേഹത്തെ 1913 മാർച്ച് 7 വെടിവെച്ചു കൊന്നു. "ഓ യേശുവേ, ഇത് നിന്നോടുള്ള സ്നേഹത്തിനു വേണ്ടിയാകട്ടെ" എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം മരണം വരിച്ചത്. 1893 മാർച്ച് 26 അൽബേനിയയുടെ വടക്കു ഭാഗത്തുള്ള അർമേനിയയിലെ സാപ്പ രൂപതയിലെ ഡാഷ് ഡി സദ്രിമയിലാണ് ഡോൺ ജോൺ ഗസൂലിയുടെ ജനനം. 1905 ഷ്കോദറിലെ പൊന്തിഫിക്കൽ സെമിനാരിയിൽ ചേർന്ന അദ്ദേഹം പിന്നീട് റോമിലെ ഉർബനിയാന പൊന്തിഫിക്കൽ കോളേജിൽ ചേർന്നു. എന്നാൽ 1913 ക്ഷയരോഗബാധിതനായതാൽ സെമിനാരി വിടുവാൻ നിർബന്ധിതനായി. ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം 1916 മുതൽ 1919 വരെ അദ്ദേഹം ഓസ്ട്രിയയിലെ വിന്നയയിൽ ജെസ്യൂട്ട് സമൂഹത്തിലായിരുന്നു. എന്നാൽ വീണ്ടും രോഗബാധിതനായതിനാൽ അർമേനിയയിലേക്ക് തിരിച്ചു പോവുകയും 1919 ആഗസ്റ്റ് 4 പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.